ശ്രീ അടൂർ ഗോപാലകൃഷ്ണൻ ഒരുപക്ഷെ ഇന്ത്യൻ സിനിമയ്ക്ക് തന്നെ ഒരു പുതിയ വഴിത്തിരിവ് ഉണ്ടാക്കി കൊടുത്തിട്ടുണ്ടായിരുന്നു ശ്യാം ബെനഗലിന്റെ ഓരോ ചിത്രങ്ങളും. എങ്ങനെയാണ് ഒരു കലാകാരൻ എന്ന നിലയിൽ ശ്യാം ബെനഗലിനെ താങ്കൾ ഓർത്തെടുക്കുന്നത്? ശ്യാം ബെനഗൽ എനിക്ക് വളരെ ഇഷ്ടവും ബഹുമാനവും ഉള്ള ഒരു സുഹൃത്തായിരുന്നു. അദ്ദേഹം കൈവച്ച എല്ലാ രംഗങ്ങളിലും എക്സലൻസ് എന്ന് പറയുന്ന ഏറ്റവും അങ്ങേറ്റത്തെ നേട്ടങ്ങൾ നേടിയിട്ടുള്ള ഒരാളാണ്. അപ്പോൾ അദ്ദേഹം ഡോക്യുമെൻ്ററി ചെയ്താലും ഫീച്ചർ ഫിലിം ചെയ്താലും ഒക്കെ അതൊക്കെ തന്നെ ഒരു നമ്മുടെ സിനിമയിലെ ലാൻഡ്മാർക്കുകളായി മാറിയിട്ടുള്ള അനുഭവമാണുള്ളത്. കുറേ സത്യജിത് റേ, ഘട്ടക്, മൃണാൽ സെൻ എന്നിവരുടെ പേരുകളോടൊപ്പം പറയാവുന്ന ഇന്ത്യൻ സിനിമയിലെ അതികായനായ സംവിധായകനായിരുന്നു, ഫിലിം മേക്കറായിരുന്നു. ശരിക്കും പറഞ്ഞാൽ ചലച്ചിത്രകാരനായിരുന്നു ശ്യാം ബെനഗൽ. അദ്ദേഹത്തിൻ്റെ ഞാൻ മനസ്സിലാക്കിയിടത്തോളം അദ്ദേഹത്തിൻ്റെ അവസാനത്തെ സിനിമ അദ്ദേഹം ചെയ്തത് 2 മണിക്കൂർ കൂടുതൽ നീളമുള്ള മുജിബൂർ മേക്കിംഗ് ഓഫ് ബംഗ്ലാദേശ് എന്ന് പറയുന്ന വളരെ ദീർഘമായ ഡോക്യുമെൻ്ററി ആയിരുന്നു. അതിനുശേഷമാണ് അദ്ദേഹം അസുഖമായിട്ട് അദ്ദേഹത്തിൻ്റെ വൃക്കകളിൽ പ്രവർത്തിക്കാതെയായി. അതിൻ്റെ പേരിൽ അദ്ദേഹത്തിന് പ്രത്യേക ചികിത്സ ആവശ്യമായിട്ട് വന്നത്. ഞങ്ങൾ കഴിഞ്ഞ ഏതാനും ആഴ്ചകൾക്ക് മുമ്പാണ് അദ്ദേഹമായിട്ട് സംസാരിച്ചത്. ഞാൻ തിരുവനന്തപുരത്തെ ഫെസ്റ്റിവലിന് അദ്ദേഹത്തിൻ്റെ പടം കാണിക്കുന്നതിനോടൊപ്പം ഇവിടെ വരാൻ കഴിയുമോ എന്ന് ഞാൻ അന്വേഷിച്ച് വിളിച്ചതാണ്. പക്ഷെ അദ്ദേഹം അപ്പോൾ പറഞ്ഞത് ആഴ്ചയിലൊരിക്കൽ ഇങ്ങനെ ഇത് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അദ്ദേഹത്തിന് വർക്കുകൾ കൃത്യമായിട്ട് പ്രവർത്തിപ്പിക്കുന്ന പ്രക്രിയ നടന്നുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് എനിക്ക് ഇങ്ങോട്ട് സഞ്ചരിക്കാൻ നിവൃത്തിയില്ല എന്നൊക്കെ നമ്മൾ കുറേ സംസാരിച്ചു. അപ്പോൾ അദ്ദേഹത്തിൻ്റെ വിയോഗത്തിൽ എനിക്ക് വലിയ വ്യക്തിപരമായ ഒരു നഷ്ടം കൂടിയാണ് എനിക്ക്. കാരണം വളരെ അടുപ്പമുള്ള, എനിക്ക് വളരെ വളരെ ഇഷ്ടവും ബഹുമാനമുള്ള ഒരു ചലച്ചിത്രകാരനെയാണ് നമുക്ക് അദ്ദേഹത്തിൻ്റെ വിയോഗത്തിൽ നഷ്ടപ്പെട്ടത്.